ഇന്ത്യയുടെ ഈ എഴുത്തമ്മ പുരസ്കാരം പോലെ വലിയ വലിയ പുരസ്കാരങ്ങൾ ഇനിയും ശ്രാവണ ബെളഗോള എന്ന ഈ ഖണ്ഡകാവ്യത്തെ തേടി വരട്ടെ. എം ഡി രാജേന്ദ്രൻ എന്ന കവിയുടെ വഴികളിൽ ഇനിയും ഒരുപാട് കൃതികൾ പിറക്കട്ടെ. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. അതിന് ഇന്ത്യയുടെ പറ്റി ഒരു വാക്കൂടെ പറയാം. ഈ അവാർഡുകളൊക്കെ കൊടുക്കുന്ന ആളുണ്ടല്ലോ, ഈ സാക്ഷാൽ സോഹൻ റോയ്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനമാണ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഭാഷാ സേവനം ചെയ്യുന്ന സോഹൻ റോയ് ഹിംസെൽഫ് ഈസ് എ പോയറ്റ്. മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത അണുകവിത ഉണ്ടാക്കിയിരിക്കുകയാണ്. കുഞ്ഞുണ്ണി മാഷ്ട കവിതയില്ലേ, അത് ലഘുവായ വാക്കുകൾ, 4 വരിയിലുള്ള ഓരോ ദിവസവും അദ്ദേഹം കവിത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ശ്ലോകങ്ങൾ. ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചാണ് ഈ കവിതകൾ ഉണ്ടാകുന്നത്. അത് കളക്ട് ചെയ്തിട്ട് ബ്രഹ്മാണ്ഡം പോലെ അത് വലിയൊരു ബുക്കാണ്. വാസ്തവത്തിന് അതിനാണ് നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനിത് എഴുതുന്നെന്നോ ഞാൻ കവിയാണെന്നോ അദ്ദേഹം ഭാവിക്കുന്നുമില്ല. അങ്ങനെ ഒരു വലിയ മനുഷ്യൻ്റെ പേരിൽ മലയാളത്തിൽ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി, അദ്ദേഹത്തിൻ്റെ എത്രയോ കാലത്തെ ജീവിതമാണല്ലേ, ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്ര സമ്പൂർണ്ണമായ ഒരു ജീവിതമാണ്. എല്ലാ 19 പടങ്ങളും അദ്ദേഹത്തിന് ഭാഷാ കേസരി അത്രയും കൃതികളും ഒക്കെ എഴുതി വലിയ മനുഷ്യൻ്റെ അദ്ദേഹത്തിന് ഈ അവാർഡ് ഏറ്റവും ഉചിതമായൊരു അവാർഡായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഇത് വാങ്ങാൻ സാധിക്കുന്ന എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം എൻ്റെ മുമ്പേ പോയ ആളാണ്. പലപ്പോഴും അദ്ദേഹം എൻ്റെ മുമ്പിലായിരുന്നു. ഞാൻ സുബ്രഹ്മണ്യത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ സുബ്രഹ്മണ്യത്തിന് വേണ്ടി ഒരു കഥ എഴുതാൻ പോയപ്പോൾ പുള്ളിയുടെ കഥ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മദ്രാസിൽ പാട്ട് എഴുതാൻ പോകുമ്പോൾ ദേവരാജ മാഷ്ട കൂട്ടിരുന്ന് അദ്ദേഹം പാട്ട് എഴുതി കഴിഞ്ഞു. പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ഒരു സുഹൃതമാണ്. ഒരേ വേദിയിൽ ആദരിക്കപ്പെടുന്നു. അതൊരു സുഹൃതമാണല്ലോ എപ്പോഴും. അവിടെയും പിന്നെയും വാസുവേട്ടിൽ അവസാനിപ്പിക്കാം സുഹൃതം. അദ്ദേഹത്തിൻ്റെ ഫേമസ് പടമല്ലേ. സന്തോഷം.